ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം കോഓപ്പറേഷനിലെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസിൻ്റെ 17th ചാപ്റ്റർ ആയിട്ടുള്ള മിസലേനിയസ് കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ദറ്റ് മീൻസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും SC ST കമ്മ്യൂണിറ്റീസ് അല്ലേ. അപ്പോൾ ഇവരുടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. തുടക്കകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ SC ST കമ്മ്യൂണിറ്റീസിനെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പിന്നീട് ഇതിനെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്കിയിട്ട് 1996 ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും 2 ടയർ സ്ട്രക്ചറാണുള്ളത്. ഒന്ന് പ്രൈമറി സൊസൈറ്റീസാണ്, ഒന്ന് സ്റ്റേറ്റ് ഫെഡറേഷനാണ്. പ്രൈമറി സൊസൈറ്റി നമുക്കറിയാം വില്ലേജ് ലെവൽ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിലാണുള്ളത്. സ്റ്റേറ്റ് ഫെഡറേഷൻ ആണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1981 ദെൻ നമ്മൾ പറയുന്നത് പ്രൈമറി SC ST കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് നമുക്കറിയാം പ്രൈമറി ആകുമ്പോൾ വില്ലേജ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് വില്ലേജ് തന്നെ ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓൺലി ഫോർ SC ST ഇൻഡിവിജ്വൽസ് ആണ് കേട്ടോ. അതല്ലാതെ മറ്റ് കമ്മ്യൂണിറ്റീസിലുള്ള മെമ്പേഴ്സിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, അതായത് ഇവിടെ പ്രധാനമായിട്ടും SC ST കമ്മ്യൂണിറ്റീസിൻ്റെ അവരുടെ വെൽഫെയർ സ്കീംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ. ദറ്റ് മീൻസ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഒന്ന് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എന്തൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ, മേ ബി അവർ ഹാൻഡിക്രാഫ്റ്റ് ആവും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആക്കാരം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർ എന്താണോ അവർ ചെയ്യുന്നത് അതിലൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ വരുന്നത്. ദെൻ ഹൗസിംഗ്, നഴ്സറി സ്കൂൾ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്തിൽ വരുന്നത്, ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് ഇവർ ഫണ്ട് കളക്ട് ചെയ്യുന്നത്? സോ ഫണ്ടാണ് പറയുന്നത്. സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ഇവിടെ 2 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് A ക്ലാസ്, ഒന്ന് B ക്ലാസ്. അപ്പോൾ A ക്ലാസിൻ്റെ ഷെയർസിന് 10 റുപ്പീസാണ് പെർ ഷെയറിന്. അതുപോലെ തന്നെ B ക്ലാസ്സിൻ്റെ ആണെങ്കിൽ 100 ആണ് പെർ ഷെയറിന്. ഓക്കെ, ദെൻ ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, DCPന്ന് കിട്ടുന്നുണ്ട്, റിസർവ് ഫണ്ട്സ് നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ മാനേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ബോഡി ആൻഡ് മാനേജിങ് കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 8 മെമ്പേഴ്സ്, 1 വുമൻ ആൻഡ് 4 ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഫസ്റ്റ് കമ്മിറ്റി നോമിനേറ്റഡ് ബൈ രജിസ്ട്രാർ 6 മന്ത് ആയിരിക്കും അതിൻ്റെ ഒരു കാലാവധി വരുന്നത്. ദെൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. 25% നമ്മൾ റിസർവ് ഫണ്ടിലോട്ട് മാറ്റുന്നു. ബാക്കി പോർഷൻസില്ലേ അത് നമ്മൾ ബിൽഡിംഗ് ഫണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഫണ്ടിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. മീൻസ് എന്താ, ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഷെയർ ക്യാപിറ്റൽ ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, 20% ഗ്രാൻഡ് അപ് ടു ₹25 പെർ മെമ്പർ. ഓക്കെ, ദെൻ ഗ്രാൻഡ്സ് ലഭിക്കുന്നുണ്ട്. അത് എത്രയാണ്, ₹25,000 ആണ്. ₹25,000 ലാൻഡിനും 1 lakh ബിൽഡിങ്ങിനും. അങ്ങനെയാണ് ഗ്രാൻഡ് ലഭിക്കുന്നത്. 25,000 ലാൻഡിനും 1 lakh ബിൽഡിങ്ങിനും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് സബ്സിഡി. ഇവിടെ നമുക്ക് ഫുൾ സബ്സിഡി ഫോർ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 25% റീപേയ്മെൻറ്റ്. അതുപോലെ ഫ്രീ സർവീസസ്, അതായത് ഫ്രീ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് ചില സപ്പോർട്ട്സൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫീസേഴ്സ് സപ്പോർട്ട്സൊക്കെ ഗവൺമെൻറ് ഇവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മാനേജീരിയൽ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. മാനേജീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് 2 ഇയേഴ്സിന് 100%, ദെൻ 2 ഇയേഴ്സിന് 75%, ദെൻ 1 ഇയറിന് 60%, മാക്സിമം 8,000 പെർ ഇയർ എന്നുള്ള രീതിയിൽ മാനേജീരിയൽ ഗ്രാൻഡ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആണ് പറയുന്നത്. അതായത് എംപ്ലോയ്മെൻറ്റ് സ്കീംസിന് വേണ്ടിയിട്ട് ഒരു 1 lakh വരെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ആണ്. സോ ഇതെന്തായിരിക്കും, അപ്പെക്സ് ബോഡി ആയിരിക്കും അല്ലേ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1981 ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ് പ്രൈമറി SC ST കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, SC ST കോർപ്പറേഷൻസ് ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിൻ്റെ മെമ്പർഷിപ്പിൽ വരുന്നത്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, പ്രൊവൈഡ് ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു പ്രൈമറി സൊസൈറ്റീസ്. ഓക്കെ, പ്രൈമറി സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഓക്കെ, ആൻഡ് ഡെവലപ്പ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് വെൽഫെയർ സ്കീംസ്.
കോർഡിനേറ്റ് സപ്പോർട്ട് ഫ്രം അതർ ഏജൻസീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ആൻഡ് ഇവിടെയും തന്നെ ഫണ്ട് വരുന്നത് ഷെയർ ക്യാപിറ്റൽ ₹100 പെർ ഷെയർ ആണ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crore ആണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ ജനറൽ ബോഡി ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് ഫ്രം ഈച്ച് റവന്യൂ ഡിസ്ട്രിക്റ്റ് പ്ലസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഓക്കെ, ഇവിടെ ജനറൽ ബോഡി ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഈച്ച് റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഓരോരുത്തരുണ്ടാവും, പ്ലസ് ഗവൺമെൻറ് ഒഫീഷ്യൽസും ഉണ്ടാവും. എവിടെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. ഇതിന് ഇവിടെ പ്രസിഡൻ്റ് ഉണ്ട്, സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ എക്സ് ഒഫീഷ്യോ. ഇവരാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇതിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 25% റിസർവിലോട്ടും 10% ഡിവിഡൻ്റായിട്ടും ബാക്കിയുള്ള പോർഷനിലല്ലോ. അപ്പോൾ 25% റിസർവിലോട്ട് പോയി, 10% ഡിവിഡൻറ്റിലോട്ട് പോയി, അപ്പോൾ 35% അങ്ങനെ പോയി. ബാക്കിയുള്ള പോർഷൻസ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ടിലോട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. ഇത് നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഫൈനാൻസ് ഡെവലപ്മെൻറ്റ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1985 അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് എന്തായിരിക്കും? നാഷണൽ ലെവലിലുള്ളത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് എംപവർമെൻറ്റ് ഓഫ് SC ഫാമിലീസ് ബിലോ ഡബിൾ ദ പോവർട്ടി ലൈൻ. ഓക്കെ, പോവർട്ടി ലൈനിന് താഴെയുള്ളവരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ എക്കണോമിക് എംപവർമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാനലൈസിങ് ഏജൻസി SCA വഴി ഇവർക്ക് ഫൈനാൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഷെയർ ക്യാപിറ്റൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 2000 crore, പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്നത് 998.13 crore ആണ് കേട്ടോ. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് മാനേജ് ചെയ്യുന്നത്. അത് സെൻട്രലോ സ്റ്റേറ്റിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആവും ആൻഡ് SC കമ്മ്യൂണിറ്റീസും ഇവരാണ് ഇവിടെ. ലാർജ് സൈസിൻ്റെ ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലാംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ട്രൈബൽ ഡെവലപ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ്, അതായത് ഇവിടെ എന്ത് ചെയ്യാണ്? ട്രൈബൽ ഡെവലപ്മെൻറ്റാണ് ഇവിടെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുക, അവരുടെ ഗുഡ്സിനെയൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്ത് കൊടുക്കുക, അവരെന്തെങ്കിലും പ്രൊഡക്ഷൻസ് അവർ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവരെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഈ ഒരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത് ആസ് ലൈക്ക് എ സേവിയർ, ബാങ്കർ, എഡ്യൂക്കേറ്റർ ഓർ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഫാമർ ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് IFFCO. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് അല്ലേ. അപ്പോൾ ഇത് നെയിമിൽ തന്നെ ഉണ്ട് ഇത് എന്തായിരിക്കും എന്നുള്ളത്. ഫാമേഴ്സ് ഫെർട്ടിലൈസർ മീൻസ് എന്താണ്? ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം 1960s മധ്യത്തിലൊക്കെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിലെ ഒരു 70% വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഫെർട്ടിലൈസേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടേഴ്സിനെയോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിനെയൊക്കെ ഇവർ ഇതിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രശ്നം നികത്തുന്നതിന് വേണ്ടിയിട്ട് ഫാമേഴ്സിനെ അവരുടെ സെക്ടേഴ്സിലൊക്കെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മീൻസ് എന്താണ്? ഫാമിങ്ങിലൊക്കെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്ന രീതിക്ക് ആയിരുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഏകദേശം 1967 ആയപ്പോഴത്തേക്കും 57 നിന്നും അത് 39,800 സംതിങ് അത്രയായിട്ട് ഇത് ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പിന്നീട് 1967 ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല, ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുണ്ടല്ലേ, ഒന്നിലധികം സ്റ്റേറ്റിൽ വിശാലമായി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ഇതിന് എന്തുണ്ട്? സ്ഥാപനങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഗുജറാത്തിലുണ്ട്, UPയിലുണ്ട്, ഒഡീഷയിലുണ്ട്. ഇവിടെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ IFFCO സ്ഥാപിതമാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവർ ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റാണ് വിഷൻ 2000, വിഷൻ 2010, വിഷൻ 2015 എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതിൽ 2015 വിഷൻ 2015 നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു IFFCO ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള
ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്സിലൂടെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, സ്ട്രാറ്റജിക് വെഞ്ചേഴ്സാണ്. അതായത് ഇഫ്കോ ഇന്ത്യക്ക് പുറത്തുള്ള കൺട്രീസിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഒമാനിലുള്ളത്, ജോർദാനിലുള്ളത്, സെനഗലിലുള്ളത് ആൻഡ് ഇന്ത്യയിൽ തന്നെയാണ് ഈ IPL വരുന്നത്. IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്നാണ്. പിന്നെ ഇഫ്കോ ഫെർട്ടിലൈസർ ഡിസ്ട്രിബ്യൂഷൻസ് നടത്തുന്നത് ഓവർ 39,824 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴിയും ആൻഡ് അതുപോലെ തന്നെ ഫാമർ സർവീസ് സെൻറ്റേഴ്സ് 58ഓളം വരുന്ന ഫാമർ സർവീസ് സെൻറ്റേഴ്സ് വഴിയാണ് ഇവർ ഡിസ്ട്രിബ്യൂഷൻസ് നടത്തുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇഫ്കോയെ പറ്റി ഒരു ചുരുക്കിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലോബറേറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ തന്നെ അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കൃഷിക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്, ക്രിബ്കോ എന്ന് പറയും. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അത് ഇവിടെ ഏകദേശം റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടല്ലോ, ആ ഒരു കൺട്രോൾ ഗവൺമെൻറ്റിന് ഇവിടെ റെഡ്യൂസ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഴ്സിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ പ്രധാനമായി ഇത് ഫോക്കസ് ചെയ്യുന്നത് യൂറിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള പ്ലാൻസ് വരുന്നത് ഹാസിറ, സൂറത്ത്, ഗുജറാത്ത് ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞല്ലേ, ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് യൂറിയാണ്. അതുകൂടാതെ അമോണിയ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവരുടെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് വരുന്നത് ഹാസിറ, വാരണാസി, UP അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെയാണ് ഇവരുടെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് MCAC ആണ്. പറയുന്നത് മോൺട്രാഗൺ കോപ്പറേറ്റീവ് അക്കാദമിക് കമ്മ്യൂണിറ്റിയാണ്. MCACനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ പറയുന്ന അക്കാദമിക് കമ്മ്യൂണിറ്റി അല്ലേ, അതായത് എന്തായിരിക്കും, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. അതായത് ഇവിടെ നമ്മുടെ കോപ്പറേറ്റീവ് ഫീൽഡ് ഉണ്ടല്ലോ, ആ ഒരു കോപ്പറേറ്റീവ് ഫീൽഡിൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ സ്കോളേഴ്സിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ റിസർച്ചേഴ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് സെക്ടർ ഇപ്പോൾ ഡേ ബൈ ഡേ ഗ്രോത്ത് തന്നെയാണ് അല്ലേ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയാസ് തന്നെയാണ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് എന്ത് ചെയ്യാണ്, സ്റ്റുഡൻസിലോട്ടൊക്കെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ മോൺട്രാഗൺ കോപ്പറേറ്റീവ് അക്കാദമിക് കമ്മ്യൂണിറ്റി നിലവിൽ വന്നിട്ടുള്ളതിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. മോൺട്രാഗൺ കോപ്പറേറ്റീവ് അക്കാദമിക് കമ്മ്യൂണിറ്റി നിലവിൽ വന്നപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അക്കാദമിക് സ്റ്റഡി ആൻഡ് ഗ്ലോബൽ പ്രൊമോഷൻ ഓഫ് മോൺട്രാഗൺ കോപ്പറേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, ക്രിയേറ്റ് ആൻഡ് സ്പ്രെഡ് നോളജ് ഓൺ കോപ്പറേറ്റീവ്സ്, പ്രൊമോട്ട് റിസർച്ച്, ട്രെയിനിങ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ഓർഗനൈസ് ഗ്ലോബൽ ഫോറം ആൻഡ് സപ്പോർട്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ എന്താണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അവിടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ വാട്ട് ആർ ദ ലൈൻ ഓഫ് ആക്ഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പ്രോഗ്രാം, അതിൽ വന്നിട്ടുള്ളതാണ് ലൈൻ ഓഫ് ആക്ഷനിൽ ഹോൾഡ് കോൺഫറൻസസ്, lecture exchange program, support PhD scholarship, build cooperative financial database, launch academic journal. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോൺട്രാഗൺ കോപ്പറേറ്റീവ് അക്കാദമിക് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കൃഷിക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണെങ്കിലോ ക്രിബ്കോ ആണെങ്കിലോ ഇത് ഫെർട്ടിലൈസേഴ്സിലോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് മെയിനായിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഇതെന്താണ്, യൂറിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക, അത് നമുക്ക് എക്സാം അടുത്ത് ഡിസ്കസ് ചെയ്യാം.